നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. ഇന്ന് ഏകദേശം ഒരു 12 ദിവസത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അന്ന് ഷാഫി പറമ്പിലിനും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള പ്രവർത്തകർക്കൊക്കെ സംഭവിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. കുറച്ച് ദിവസമൊക്കെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതിന് ശേഷമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. കൃത്യമായിട്ട് എപ്പോഴും നമുക്കറിയാം, ഷാഫി പറമ്പിൽ ഒരു മറുപടി എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ബ്ലാ 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 അടിച്ചു പോകലല്ല. കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് തക്കതായിട്ടുള്ള മറുപടി അദ്ദേഹം എപ്പോഴും തരാറുണ്ട്. ഇന്നും ഇത്രയും ദിവസം നേരിട്ടിട്ടുള്ള പല സൈബർ ആക്രമണത്തിനും പല വ്യാജ പ്രചാരണങ്ങൾക്കും തക്കതായിട്ടുള്ള മറുപടി നൽകുന്ന ഷാഫി പറമ്പിലാണ് ഇന്ന് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും ഇന്ന് ഷാഫി പറമ്പിൽ കൃത്യമായിട്ടുള്ള മറുപടിക്കപ്പുറം കൃഷ്ണേന്ദു ഒരു വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഷാഫി ഇന്ന് നൽകിയിരിക്കുന്നത്. അതായത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡാണ് തന്നെ ആക്രമിച്ചതെന്ന് കൃത്യമായിട്ട് ഷാഫി പറയുന്നു. അതിൻ്റെ തെളിവുകൾ സഹിതം പുറത്തുവിടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമെടുത്ത വഞ്ചിയൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ സ്ഥിരം സന്ദർശകനാണ്. 2023 മാഫിയ ബന്ധവുമായിട്ട് ആരോപിച്ച് ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പിരിച്ചുവിടുകയും ചെയ്ത വ്യക്തി വീണ്ടും ഒരു ഈ പറയുന്ന പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട വ്യക്തി, അങ്ങനെ നിരവധി തവണ പിരിച്ചുവിട്ട വ്യക്തി ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഈ വ്യക്തി ഇപ്പോൾ വീണ്ടും ഈ വടകരയിൽ ചെന്നാൽ, കൺട്രോൾ റൂമിൽ ചെന്നാൽ കാണാൻ സാധിക്കുമെന്ന് ഷാഫി പറമ്പിൽ വരയിട്ട് പറയുകയാണ്. അപ്പോൾ ഈ പിരിച്ചുവിട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് സർവീസിലേക്ക് തിരിച്ചെടുക്കുന്നത്? മാജിക് ആണോ അല്ലേ? അതെ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നിയമസഭയിൽ വലിയ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്ന ആ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതും ഇന്ന് ഷാഫി വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അതായത് 144 പേരെ, പോലീസ് ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പം മാഫിയ ബന്ധം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, ഗുണ്ട പ്രവർത്തനമോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉള്ള നിരവധി പോലീസുകാരെ കുറ്റകൃത്യം ആരോപിച്ച് തന്നെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്ന് 144 പേര്. ഒരുപക്ഷെ രാജ്യത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു പിരിച്ചുവിടൽ നടത്തിയിട്ടുള്ള പോലീസ് സേനയിൽ എന്ന് കൃത്യമായിട്ട് പിണറായി വിജയൻ പറയുമ്പോൾ ആ മുഖത്തെ സന്തോഷം നമ്മളൊന്ന് കണ്ടതാണ്. പക്ഷേ പിന്നീട് ഒരു മാധ്യമം തന്നെ പുറത്തുവിട്ടു, പിണറായി വിജയൻ പറഞ്ഞ ഈ 144 പേരെ തേടിപ്പോയ മാധ്യമത്തിന് ഒരു 10-12 പേരെ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. വിവരാവകാശ കമ്മീഷനിൽ ഈ 144 പേരുടെ പേര് പോലും ഇല്ല എന്നുള്ളതാണ്. ഇവർ എങ്ങോട്ട് പോയി, തിരിച്ച് വീണ്ടും എങ്ങനെയാണ് ഇവർ സർവീസിലെത്തിയത്? ഇപ്പോൾ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന CPM ഗുണ്ട എന്ന് തന്നെ ഷാഫി പറയുമ്പോൾ ഈ ഗുണ്ട എങ്ങനെയാണ് വീണ്ടും സർവീസിലേക്ക് തിരിച്ചെത്തിയത്? ഇനി വീണ്ടും കോൺഗ്രസ് BJP പ്രവർത്തകരുടെ നേരെ, അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ നേരെ ബോംബെറിയാനും അടിച്ചമർത്താനും ഈ ഗുണ്ട എന്തിനാണ് വീണ്ടും നിയോഗിക്കുന്നത്? ഇതൊക്കെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഷാഫി ഉയർത്തുന്നത്. വളരെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള അഭിലാഷ് ഡേവിഡ് എന്ന പറയുന്ന CPMൻ്റെ അനുഭാവി, CPMന് വേണ്ടി പോരാടുന്ന വ്യക്തി പോലീസ് സേനയിൽ വീണ്ടും എത്തിയിരിക്കുന്നു. മറ്റ് 2 പേര് ഇപ്പോഴും പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവരെ പിരിച്ചുവിട്ടിരിക്കുന്നു. അപ്പം കൃത്യമായിട്ട് ഷാഫി പറയുന്നു, അന്ന് എൻ്റെ നേരെ ആക്രമിച്ച് 2 തവണ അടിച്ചു, 3ാമത്തെ തവണ അടിക്കാൻ വന്നപ്പോൾ തൊട്ടടുത്ത് നിന്ന പോലീസുകാരൻ അത് തടഞ്ഞതുകൊണ്ടാണ് അടി കിട്ടാതിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ ഹോസ്പിറ്റലായി എന്ന് പറയുന്നു. അതും ഷാഫി പറയുന്നുണ്ട്. ഗ്രാനേഡ് കൈ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് ലാത്തി ചാർജ് ചെയ്ത കയ്യിലിരുന്ന് ഗ്രാനേഡ് പൊട്ടുമെന്ന് അറിയാത്ത പോലീസ് സേനയിലുള്ള ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് അപകടം സംഭവിച്ചത് ആ ഗ്രാനേഡ് പൊട്ടി തന്നെയാണ്. തലയ്ക്ക് മീതെ അടിക്കരുത് എന്ന് ഇതേ CPM വക്താക്കൾ, CPM നേതാക്കൾ തന്നെ അതിന് വേണ്ടുന്ന സേനയ്ക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ, അതായത് ട്രെയിനിങ് ഒക്കെ നൽകി അതേ സേനയും കൊണ്ട് ഇപ്പം തലയ്ക്ക് മാത്രമേ, മൂക്കിന് മാത്രമേ അടിക്കാവൂ എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ഗ്രാനേഡ് ഒരിക്കലും പ്രതിഷേധക്കാർക്ക് നേരെ അത്തരത്തിൽ എറിയരുത് എന്ന് പറഞ്ഞെടുത്ത് പ്രതിഷേധക്കാരുടെ നടുവിലേക്ക് എറിയുന്ന പോലീസുകാരെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പം നിരവധി പ്രശ്നങ്ങൾ ഷാഫി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. EP ജയരാജൻ പറഞ്ഞത് ഇപ്പോൾ മൂക്കല്ലേ പോലും ഇനി മറ്റു പലതും പോകുമെന്ന് പറയുമ്പോൾ ജയരാജന് നേരെയും ഷാഫി ആക്രോശിക്കുന്നുണ്ട്. ജയരാജേട്ടൻ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
എവിടെയാണ് ആ ഗുണ്ടിരിക്കുന്നത് എന്നുള്ളതായിരിക്കും ഇപ്പോൾ ചോദിക്കുന്നത്. ഏതായാലും ഷാഫി കൃത്യമായിട്ട് കൃഷ്ണേന്ദു പറയുന്നത് പോലെ കുറുക്കിക്കൊള്ളുന്ന വർത്തമാനം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഷാഫിൻ്റെ മൂക്കിൻ്റെ പാലത്തിനെ പറ്റിയും മീശ വടിക്കാത്തതിനെ പറ്റിയും താടി വടിക്കാത്തതിനെ പറ്റിയും എന്തിനാണ് ഇത്രയും ദൂരെയുള്ള ഹോസ്പിറ്റലിൽ പോയതിനെ പറ്റിയൊക്കെ മാധ്യമങ്ങൾ ചകഞ്ഞും കടന്നും ഒക്കെ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരുപക്ഷെ ഇതൊക്കെ ചോദ്യം ഉന്നയിക്കുന്നതിന് മുന്നേ തന്നെ ഷാഫി അതിന് മറുപടി കൊടുക്കുന്ന രംഗം നമുക്കിന്ന് കാണാൻ സാധിച്ചു. ഒരുപക്ഷെ ഷാഫി കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയെ നിരീക്ഷിക്കുന്നുണ്ട്. പോരാളി ഷാജിയെ ഉൾപ്പെടെ ഷാഫി വലിച്ചിട്ട് കീറുന്നത് നമുക്ക് കണ്ടു. പോരാളി ഷാജിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിമാനാണെന്നറിയാം, ബുദ്ധിമാനായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ നിങ്ങൾ പ്രയോഗിച്ചതെന്നും ഷാഫി പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നിങ്ങൾ എന്നെ അടിച്ചതോ മറ്റൊന്നൊന്നുമല്ല, ഈ അടി കിട്ടി എന്നുള്ളത് കൃത്യമാണ്. അതൊരു AI ക്രിയേഷൻസ് ഒന്നും അല്ലല്ലോ. ഇനി AI ക്രിയേഷൻസ് വഴി ഈ ഷാഫി അടിച്ചവരെ കണ്ടെത്താമെന്ന് ഒരുപക്ഷെ വാക്ക് കൊടുത്തവർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കൃത്യമായിട്ട് ഞാൻ തെളിവ് തരാം എന്ന് ഷാഫി പറഞ്ഞ് തെളിവും കൊടുക്കുന്നുണ്ട്. അന്ന് മാത്രമാണ് ഒരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടായത്, പോലീസുകാർ വന്ന് ചോദ്യം ചെയ്തത്. പിന്നീട് ആ വഴിക്ക് പോലീസുകാരെ കണ്ടിട്ടില്ല. ഒരു MP അടിച്ചതാണ്, പിന്നീട് വന്നൊന്ന് തിരക്കിയ പോലും ചെയ്തിട്ടില്ല. ഷാഫി പറയുന്നു, ഈ സ്ഫോട വസ്തു പ്രതിഷേധക്കാർ എറിഞ്ഞു എന്ന് പറയുമ്പോൾ നേരത്തെ, അതായത് ജൂൺ 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം ജൂൺ 8-ന് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി. ബാബു എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ നേരെ വീട്ടിന് നേരെ ബോംബ് എറിഞ്ഞു. അന്ന് കൊച്ചുകുട്ടികളും ഫാമിലി അടക്കമുണ്ടായിരുന്ന അവർ ഉടനെ പോലീസിനെ വിളിക്കുകയും പോലീസ് FIR ഇടുകയും ചെയ്തു. പക്ഷേ ഇന്ന് നിമിഷം വരെ പിന്നെ ബാബുവിനെ വിളിച്ചിട്ടില്ല, ഇത് ആരാണെന്നുള്ള തപ്പിയെടുത്തിട്ടില്ല. മറ്റൊരു കേസ് പറയുന്നുണ്ട്, RSP പ്രവർത്തകൻ്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ബോംബ് എറിഞ്ഞു. അന്നും അതേ ഓൺ ദി സ്പോട്ട് പോലീസ് FIR ഇട്ടു, പക്ഷേ ഇതുവരെ ആളിനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഷാഫി പറമ്പിൽ അടി കിട്ടിയതിന് ശേഷം പ്രതിഷേധക്കാർ പോലീസിന് നേരെ ബോംബ് എറിഞ്ഞത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ബോംബാണ് എറിഞ്ഞതെന്ന്, സ്ഫോട വസ്തുവാണ് എറിഞ്ഞതെന്ന് പോലീസിന് മനസ്സിലായത്. എന്നിട്ടാണ് FIR ഇടുന്നത്. അതായത് അപ്പോഴിട്ടില്ല, അതിൻ്റെ പിറ്റേന്നിട്ടില്ല, 3 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസിന് ബോധമുണ്ടായി ഈ സ്ഫോട വസ്തു വന്നു വീണു ഉള്ളത്. എന്നിട്ട് FIR ഇടുന്നു. നിമിഷങ്ങൾക്കകം 5 പ്രവർത്തകരുടെ വീട്ടിലേക്ക് കയറി ഇറങ്ങുന്നു. കൊച്ചു കുട്ടികൾ വരെ കയറി കിടക്കുന്ന മുറികളിലേക്ക് കയറി ചെന്ന് പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് പ്രവർത്തകർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അടിയന്തരാവസ്ഥ കാലം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഞാനൊക്കെ. ഒരുപക്ഷെ അതിനേക്കാളും ഭയാനകമായിട്ടുള്ള പല രംഗങ്ങളുമാണ് പേരാമ്പ്ര കലാപം എന്ന് തന്നെ പറയാം. കലാപം സൃഷ്ടിച്ച പോലീസുകാർ ഇപ്പോൾ വീണ്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേരെ. ഷാഫി അത് കൃത്യമായിട്ട് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് പിരിച്ചുവിട്ടിട്ട് വീണ്ടും എടുത്തു? അങ്ങനെയാണെങ്കിൽ എത്ര പേരെ ഇത്തരത്തിൽ പിരിച്ചുവിട്ടിട്ട് എടുത്തു എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇപ്പോഴും അത്തരത്തിൽ ബലിയാടായിട്ടുള്ള ഒരു സഹോദരൻ്റെ ചേട്ടൻ ഇപ്പോഴും കിടപ്പുണ്ട്, ശ്രീജിത്തിൻ്റെ അനിയൻ പോലീസിൻ്റെ എന്താ പറയുക അതിക്രൂരമായ പീഡനത്തിൽ മരണപ്പെടുകയും ഇന്നും ആ സഹോദരന് വേണ്ടി വാദിക്കുന്ന ശ്രീജിത്തിനെ നമുക്കറിയാം. ആ പോലീസുകാർക്ക് വേണ്ടി എന്താണ് എടുത്തത്? ഇതൊക്കെ പല ചോദ്യങ്ങൾ. ഇത് ഒരു വ്യക്തിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. നിരവധി ആളുകളുടെ മേൽ പോലീസ് കാണിച്ചിട്ടുള്ള ഗുണ്ടായിസം, അതിന്മേൽ എന്ത് നടപടിയെടുത്തെന്ന് ഷാഫിയുടെ ഈ ഒറ്റ വിഷയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഭിലാഷ് ഡേവിഡ് എന്ന ഈ ഒരു CPM ഗുണ്ടയായ പോലീസുകാരന് നേരെ പോലും കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ കഴിയാത്ത പോലീസ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു നടപടിയും എടുക്കാത്ത സ്ഥിതിക്ക് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ മേൽ അവരെ ചൂഷണം ചെയ്തിട്ടുള്ള, അല്ലെ അവരെ പീഡിപ്പിച്ചിട്ടുള്ള, അല്ലെ അവരെ ഉപദ്രവിച്ചിട്ടുള്ള പോലീസുകാർക്കെതിരെ എന്ത് നടപടിയായിരിക്കും എടുത്തിട്ടുള്ളത്? എത്ര പേരെ എന്തെല്ലാം പോലീസുകാർ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മളൊക്കെ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തുമാകാം, CPMന് ചായ്വുള്ളവരെ എങ്ങനെയും ഞങ്ങൾ സഹായിക്കും, പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന അധികാരത്തിൻ്റെ അഹങ്കാരമാണ് പിണറായി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ ചെന്ന് വീഴുന്നത് ഒരുപക്ഷെ മറ്റുള്ള മന്ത്രിമാർക്ക് നേരെ ഒന്നുമല്ല. കാരണം ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ശ്രീ പിണറായി വിജയൻ തന്നെ ഇതിൻ്റെ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്താണ് അദ്ദേഹത്തിൻ്റെ -- ആ മറുപടി എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. കാരണം ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, ഉത്തരങ്ങൾ പ്രിൻ്റ് അടിച്ച് ഇങ്ങനെ വരും, അത് വായിക്കും. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥിരം മനോഭാവം. അതെങ്കിലും ഒന്ന് വായിച്ച് എന്താണ് മറുപടി എന്നറിയാൻ ഒരുപക്ഷെ ജനവും മാധ്യമപ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ ചതിവ് നേരിട്ടിരിക്കുകയാണ്.
ആദ്യം മാധ്യമപ്രവർത്തകരോടാണ് പറഞ്ഞത് 3 പേരെ MBA അടിച്ചതിൻ്റെ പേരിൽ പിരിച്ചുവിട്ടു എന്നുള്ളത്. ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് 2 പേരുടെ പേര്, ഈ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. 3 പേരെ പിരിച്ചുവിട്ടു സർവീസിൽ നിന്നും. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വിവരാവകാശ കമ്മീഷനിൽ ചെന്ന് ചോദിച്ചാൽ അവിടെ കാണുവാനില്ല. 2 പേര് പിരിച്ചുവിട്ടു എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ ഈ വ്യക്തി ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിരിച്ചുവിട്ട വ്യക്തികളെ ഏത് തരത്തിലൊക്കെയാണ് പോലീസ് സേനയിൽ എടുക്കുന്നത്? ഒരു സർക്കാർ ജോലി കിട്ടാൻ എന്തെല്ലാം കടമ്പകൾ കടന്നാണ് ഓരോ വിദ്യാർത്ഥികളും ഓരോ ഔദ്യോഗിക തലത്തിലും എത്തുന്നത് അല്ലേ? PSC ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ, അല്ലാത്ത പരീക്ഷകൾ, ഇതെല്ലാം കഴിഞ്ഞ് കിട്ടി എന്ന് പറയാം. നമുക്കറിയാം CPO റാങ്ക് ലിസ്റ്റിൽ കിടന്ന കുറേ വിദ്യാർത്ഥികൾ പ്രാഗി കണ്ണുനീരോടെ പോകുന്ന നമ്മൾ കണ്ടു അല്ലേ? കഴിവുറ്റവരെ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ പിന്തള്ളിക്കൊണ്ട് അടിപ്പണിയിലൂടെയും അല്ലെങ്കിൽ ബാക്ക് ഗേറ്റിലൂടെയൊക്കെ ഇത്തരത്തിൽ നിയമനങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെയാണ് നടത്തിയിരിക്കുന്നത്. അതൊക്കെ ഒരു പക്ഷേ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് PSC ടെസ്റ്റൊക്കെ എഴുതുന്ന ഓരോ വിദ്യാർത്ഥികളുടെ നെഞ്ചത്തിട്ട് കുത്തുകയാണ് ഈ പിണറായി സർക്കാർ ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറയുന്ന ഏകാധിപത്യ ഭരണം എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. രാജഭരണം എത്രയോ ഭേദമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പട്ടാള ഭരണം എത്രയോ ഭേദമെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് നിയമം പോകുന്ന ഈ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കാര്യമാണ് പിണറായി വിജയൻ്റെ ഏകാധിപത്യം എന്ന് തന്നെ ചുരുക്കത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ 144 പേരെ പിരിച്ചുവിട്ടെടുത്ത് എത്ര പേരുണ്ട് എന്ന് ശ്രീ പിണറായി വിജയൻ ആ 144 പേരുടെ ലിസ്റ്റും തരേണ്ടിയിരിക്കുന്നു. ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ അവരുടെ അഡ്രസ്സ് സഹിതം ഇരട്ടച്ചങ്കരാണെങ്കിൽ ജനങ്ങളുടെ മുന്നേ ഇട്ടുകൊടുക്കണം അല്ലേ? ഇന്നേതുവരെ മിണ്ടിയിട്ടില്ല. ഈ 3 പേരെ പിരിച്ചുവിട്ടു. ഇപ്പോഴും ഈ വ്യക്തി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്താണ് അതിന് കാരണമെന്നുള്ളത് കൃത്യമായിട്ട് പിണറായി വിജയൻ പറയണം. പറഞ്ഞേ പറ്റൂ. ഈ പറയുന്നോണം അയ്യപ്പനെ ഇട്ടൊന്നും ഞോണ്ടാൻ ചെന്നതാണ്. കൃത്യമായി പണിയിട്ട് അയ്യപ്പന് പൊന്നൊന്നും ആവശ്യമില്ല. പക്ഷെ ആ പൊന്നിൽ കണ്ണ് വെച്ച് അയ്യപ്പൻ്റെ പൊന്ന് മൊത്തം അല്ലേ വിശ്വാസികളുടെ നെഞ്ചത്തിട്ട് കുത്തിക്കൊണ്ട് പൊന്ന് അടിച്ചു മാറ്റാൻ ശ്രമിച്ച പിണറായി സർക്കാരിനിട്ട് ഇപ്പോൾ ഹൈക്കോടതിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരെ പ്രതിയാക്കിക്കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അന്തസ്സുള്ള നട്ടലുള്ള സർക്കാരായിരുന്നെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുണ്ടെങ്കിൽ എന്നെ രാജിവെച്ചേനെ അല്ലേ? മന്ത്രി ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ രാജിവെച്ചേനെ. കാരണം ഹൈക്കോടതി ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കേസുകൾ വരുന്നു. സത്യം പറഞ്ഞാൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ ഇതിനെയൊക്കെ നേരിടുക. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ രാജിവെച്ച് കസേരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത് നേരിടണം. അതാണ് അന്തസ്സെന്ന് പറയുന്നത്. ഇത് അവർക്കില്ല. ഏതായാലും ജനം വെറുത്തു എന്നുള്ളത് കൃത്യമാണ്. ഷാഫി പറമ്പലിനെതിരെ ഇപ്പോഴും സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒക്കെ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ജനത്തിനറിയാം. ഷാഫിയെ മനഃപൂർവ്വം അറ്റാക്ക് ചെയ്തതാണെന്നുള്ള വിവരം റൂറൽ SP അന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളുടെ വാ പോലും പൂട്ടിക്കെട്ടേണ്ടി വന്നു. ഷാഫി ചോദിക്കുക, ഞാൻ പറയുന്നത് ചിലപ്പോൾ രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ കരുതും, പക്ഷെ ഞാനല്ലല്ലോ പറഞ്ഞത്. റൂറൽ SP തന്നെ അന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ ബോധപൂർവം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചതാണെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ചോദ്യം ചെയ്തില്ല? അപ്പം നടപടി എടുത്തു എന്ന് പറഞ്ഞെടുത്ത് നടപടി എവിടം വരെയായി? ഒന്നും ചെയ്തില്ല. ഇപ്പോൾ പാർലമെൻ്ററി പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി തെളിവുകൾ സഹിതം കൊടുക്കുകയാണ്. അത്തരത്തിലൊരു ഇതിലേക്ക് വന്നാൽ ഈ പറയുന്ന തീഹാർ ജയിലിലേക്ക് പലരും പോവേണ്ടി വരും. എന്താണെന്നുള്ള കൃത്യമായിട്ട് വിവരം പിണറായി വിജയൻ ഒരു പക്ഷേ പാർലമെൻ്ററി കമ്മിറ്റിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പിണറായി വിജയനാണ് ഇവിടുത്തെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. പിണറായി വിജയൻ കൃത്യമായിട്ടുള്ള മറുപടി ഇത് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താണ് റീസൺ, എന്തുകൊണ്ടാണ് MPക്ക് എതിരെ എത്തിയത്? ഏതായാലും ഷാഫി ഇതിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഷാഫിയുടെ മൂക്കല്ല, ഷാഫിയുടെ നേരെ ചെയ്തിട്ടുള്ള ഒന്നും തന്നെ ഷാഫി മറക്കത്തില്ല. ഷാഫി അതിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടില്ല. കൃത്യമായിട്ട് തിരിച്ചടിക്കും. മാത്രമല്ല ശബരിമല വിഷയം മുക്കാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് ഷാഫി അടിവരയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയ്യപ്പൻ്റെ പൊന്ന് കെട്ടത് വിശ്വാസികളും അവിശ്വാസികളും ഒരുമിച്ച്. കാരണം ഈ അയ്യപ്പന് കൊടുക്കുന്ന ഓരോ ഭക്തരും കൊടുക്കുന്നത് അത് ഒരാളുടെ മാത്രമല്ലല്ലോ. അത് ആ ഒരു സ്വത്തെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ സ്വത്താണ്. അവിടെ വിശ്വാസികൾ കാണും, യുക്തിവാദികൾ കാണും, നിരീശ്വരവാദികൾ കാണും, എല്ലാവരും കാണും. പക്ഷെ അതൊരു സമൂഹത്തിന് മുഴുവനുമായിട്ടുള്ള ഒരിതാണ്.
വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് കൈകാര്യം ചെയ്യുന്ന സർക്കാരാണ്, ദേവസ്വം ബോർഡാണ് അല്ലേ. ആ ദേവസ്വം ബോർഡാണ് കൃത്യമായിട്ട് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടത്. പക്ഷേ ഇതൊക്കെ കാണിക്കുമ്പോൾ, ഈ കള്ളത്തരം കാണിക്കുമ്പോൾ ഇവിടെ ഈ സമൂഹത്തിൽ നിലയുറപ്പിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗങ്ങളിലും, അത് ഹിന്ദു, ക്രിസ്തു, മുസ്ലിം മാത്രമല്ല, ഇതിൽ യുക്തിവാദികളും അവിശ്വാസികളും ഇരിക്കട്ടെ, ഒരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ ഒരു സർക്കാർ കള്ളത്തരം എവിടെ കാണിച്ചാലും, അത് ഹിന്ദുമത വിശ്വാസികളുടെ നെഞ്ചത്തിട്ട് കാണിച്ചാലും അത് ബാധിക്കുന്നത് എല്ലാവരുടെയും നേരെയാണല്ലോ. കള്ളം എന്ന് പറയുന്ന ഒരു നേതാവ് കള്ളം കാണിച്ചത് മൊത്തത്തിലാണല്ലോ ബാധിക്കുന്നത്, അല്ലാതെ ഹിന്ദുവിനെ നേരെ മാത്രമല്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. ഏതായാലും ഓരോ ദിവസവും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പിണറായി സർക്കാരിനെ കൂടുതൽ വെറുക്കുന്ന തരത്തിലുള്ള ഓരോ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും CPM-ന് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് സംസ്ഥാനത്ത് ജീവിക്കാം. പ്രതികൂലമായി നിൽക്കുന്ന, അത് മാധ്യമങ്ങളാണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും അത് ഏത് തലത്തിലുള്ളവർക്കാണെങ്കിലും പിണറായി അടിക്കും എന്നുള്ളതും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ മുന്നേയും കണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ എന്നെ നാളെ എന്താ പറയുക പൊക്കിയെന്നിരിക്കും, വലിയ വില കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് ആരാണെങ്കിലും നമുക്ക് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. ഏതായാലും പിണറായി വിജയന് അടിപ്പണി ചെയ്യുന്ന എല്ലാവർക്കും സുഖമായിട്ട് സുഭിക്ഷമായിട്ടും ജീവിക്കാം. അത് കട്ടുകൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ അല്ലാത്തവരുടെ കാര്യമൊക്കെ പോക്കാണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ എല്ലാവരും ഇരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്നൊക്കെ വരുന്നത്. ഏതായാലും ഈ ഒരു CPM ഗുണ്ട തന്നെ എന്ന് നമ്മൾ പലപ്പോഴും ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു CPM അനുഭാവിയായിട്ടുള്ള ആരോ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പലവരും. സ്ഫോട വസ്തുവിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ട് പിരിച്ചുവിട്ട, അത് 1 or 2 തവണയാണ്, അതിൽ കൂടുതൽ തവണ പിരിച്ചുവിട്ടിട്ടുള്ള വ്യക്തിയെ വീണ്ടും എടുക്കുന്ന ഏത് സർക്കാർ ഉദ്യോഗമാണ് ഇപ്പോൾ ഉള്ളത്? അത് എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നുകൂടി ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. കാരണം എത്രയോ പേര് സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ഇനി സർക്കാർ ജോലിക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കിൻ്റെ പുറത്ത് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ഒന്ന് കയറാമല്ലോ. ഇനി കയറാൻ പറ്റാത്തവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ കയറുന്നതെന്നുള്ളൊരു ഇതും കൂടെ കിട്ടണമല്ലോ. ഇനി പിണറായി വിജയനെ താങ്ങുന്നവർക്കേ ഉള്ളോ, MV ഗോവിന്ദനെ താങ്ങുന്നവർക്കേ ഉള്ളോ സർക്കാർ ജോലി എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ, ഈ പാവം പിടിച്ച എത്രയോ വിദ്യാർത്ഥികളുണ്ട്, അവർ നിങ്ങൾക്ക് അനുഭവമായിട്ട് നിന്നാൽ നിങ്ങൾ അവരെയും കൂടെ കയറ്റി വിടുമോ? ഇതൊക്കെ ഒരു ചോദ്യം ജനം ഉയർത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏതായാലും ഇന്നലെ ആശാപ്രവർത്തകർ ശരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലത്. അത് ഒരു പെൺ പോരാട്ടം തന്നെയാണ് പിണറായി വിജയന് കിട്ടിയിട്ടുള്ള. അവരുടെ ഒരു പോരാട്ടം 6 തവണയാണ് ജലപീരങ്കി ഒഴിച്ചത്, എന്നിട്ട് അവർ അതിൽ നിന്ന് പിന്മാറിയില്ല. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത്തരത്തിൽ ജനങ്ങൾ ഒരുമ്പെടുന്ന ഒരു രീതിയിലേക്ക് വരുത്തരുത്. അതൊക്കെ തൊട്ട അയൽപക്കത്തുള്ള രാജ്യങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ബംഗാളിലും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടാൽ ഒരുപക്ഷെ പിണറായിക്ക് അത് താങ്ങി നിൽക്കാൻ പറ്റില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.